ഗഗനാചാരി എന്ന സിനിമയുടെ ട്രെയിലർ കാണും. അപ്പൊ നിങ്ങൾക്കൊരു സൂചന കിട്ടും നിങ്ങൾ ഏത് ലോകത്തിലോട്ടാണ് കയറാൻ പോണേ, എന്താണ് സംഭവം എന്ന്. എന്നിട്ട് ആ ട്രെയിലർ കണ്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരുവാണ്, ക്യൂരിയോസിറ്റി വരുവാണ്. ഇത് കൊള്ളാലോ എന്ന് തോന്നുവാണെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കും. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല. തിയേറ്ററിൽ തന്നെ കാണാനുള്ള എല്ലാ സംഭവം ആ സിനിമയുടെ അകത്തുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാഡ്സ് അവർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ബ്രില്യൻ എഡിറ്റിംഗ് ആണ് ബൈ അരവിന്ദ് മന്മഥൻ. അമേസിംഗ് സിനിമാറ്റോഗ്രഫി ബൈ സുർജിത് എസ് ഫൈ. നമ്മളെ നമ്മൾ ആ ഒരു 2040 കാലത്തിലാണ് നമ്മൾ വിചാരിച്ചു പോകും. അതിന് അത്രയും സ്മൂത്ത് ആയിട്ട് നമ്മൾ ആ ഒരു കാലത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റിംഗ്, കളറിങ് എല്ലാം ഒരു കിടിലൻ വിഷ്വൽ അപ്പീൽ തന്നെയാണ് സമ്മാനിക്കുന്നത്. ആർട്ട് വർക്ക് ബൈ എം ഭാവ. ഒരു ഭയങ്കര അമേസിംഗ് ആയ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുക. അത് തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കണം. ശങ്കർ ശർമ്മയുടെ മ്യൂസിക് ഈ പടത്തിന്റെ മൂഡിന് ചേർന്ന ഒരു ഭയങ്കര നല്ലൊരു മ്യൂസിക്കൽ വർക്ക് തന്നെയാണ് ക്രിയേറ്റ് വെച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈൻ ടോപ്പ് നോച്ച് ആയിരുന്നു. കോസ്റ്റ്യൂം ഡിസൈൻ എടുത്തു പറഞ്ഞു. ഈച്ച് ആൻഡ് എവറി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന് വളരെ കാച്ചി ആയ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കോസ്റ്റ്യൂംസ് ആണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ഹോൾ ടെക്നിക്കൽ ക്രൂവും ഡയറക്ടറായിട്ട് അരുൺ ചന്ദയുടെ ഹാർഡ് വർക്കും വിഷനും എല്ലാം കൂടി ചേർന്നാണ് ഈ സിനിമയെ ഇത്രയും വിഷ്വലി കാപ്റ്റിവേറ്റിംഗ് ആക്കിയത്. വേറൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈഫൈ ജോണർ ബേസ്ഡ് സിനിമയാണ്. ആൻഡ് മോക്യുമെന്ററി രീതിയിലാണ് ഈ സിനിമയുടെ എക്സിക്യൂഷൻ. അധികം വെസ്റ്റേൺ രീതിയിലൊന്നും ആക്കാണ്ട് ഏതൊരു മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അരുൺ ചന്ദും ശിവാസായും എഴുതിയിരിക്കുന്നത്. കുറെ മലയാള സിനിമയുടെ ഡയലോഗ് ഉപയോഗിച്ച് അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ കാണിച്ച് നല്ല ഫ്രഷ് ആയ തീം യൂസ് ചെയ്തിട്ട് കുറെ ചിരിപ്പിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്ത് ഇരുത്താൻ ഡയറക്ടറായിട്ട് അരുൺ ചന്ദുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി സിനിമയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗണേഷ് പൊളിച്ചു. കുറെ കഴിഞ്ഞ ഗണേഷിനെ ബിഗ് സ്ക്രീനിൽ കാണണം. അപ്പൊ ആ ഒരു ഫ്രഷ്നസ്സും ഉണ്ടായി. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ വളരെ ഇന്നസെന്റും ക്യൂട്ടായിട്ടും പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗണേഷിനൊപ്പം തന്നെ അജു വർഗീസിനെയും നമ്മൾ പണ്ട് മിസ് ചെയ്ത അജു വർഗീസിനെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അതിന് അടിപൊളി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇത്രയും ഫ്ലോലെസ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഗോകുൽ സുരേഷിന്റെ ആ ഒരു ആക്ട് അത്രയും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയ പോലെ ഫീൽ ചെയ്തില്ല. ഗോകുൽ സുരേഷ് കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാലും കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറിനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ചെയ്യാൻ പറ്റിയ പോലെ ചെയ്തിട്ടുണ്ട്. അനാർക്കലിയും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആ ക്യാരക്ടറിന് വളരെ നന്നായിട്ട് ചേർന്നായിരുന്നു, ആ ലുക്കിലും സ്റ്റൈലിലും ഒക്കെ. ആൻഡ് ഡീസൻ്റ് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ജോൺ കൈപ്പള്ളി, ജോണിന്റെ കൂടെ വേറൊരു ആക്ടർ ഉണ്ടായ ആക്ടറും വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ തോന്നിയില്ല. ഇനി നെഗറ്റീവ്സിലൂടെ കിടക്കുവാണെങ്കിൽ ക്ലൈമാക്സ് കുറച്ച് വീക്കായി പോലെ ഫീൽ ചെയ്തു. കുറച്ചുകൂടി ഇൻപുട്സ് ഒക്കെ ആഡ് ചെയ്തിരുന്നില്ല കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയ പോലെ തോന്നി. ആകെ 1 hour 55 minutes ഉള്ളതിൽ പോലും കംപ്ലീറ്റ്ലി വേറിട്ട ഒരു സിനിമ അനുഭവം കാണണം, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് സിനിമ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി സിനിമ കാണുക. പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല, ആൻഡ് ഭയങ്കര ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ രീതിയിൽ ഭയങ്കര വ്യത്യസ്തമായ രീതിയിൽ വളരെ ഫ്രഷ് ആയിട്ടും എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ഗഗനാചാരി.